ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അദ്വൈത ചിന്ത പ്രകാരം ശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. പക്ഷേ ആധ്യാത്മിക ലോകത്ത് വേദാന്ത ചിന്തകൾ വ്യാപരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, തുരീയം. തുരീയം എന്നുള്ള ഒരു അനുഭവം, അതിനെ പ്രതീക്ഷിച്ചാണ് ധാരാളം പേർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം, ഇങ്ങനെ ഒരു വിശകലനത്തിന് വേണ്ടി മഹർഷിമാർ ചില പദങ്ങൾ ഉപയോഗിച്ചു, നേരാണ്. പക്ഷേ തുരീയ അനുഭവത്തിന് വേണ്ടി കാലം കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റായ ധാരണ വന്നത് എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും യോഗ ദർശനം ശരിയായ രീതിയിൽ മനസ്സിലാക്കാതിരിക്കുകയും അദ്വൈത വേദാന്തം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുമ്പോൾ വേദാന്തത്തിന് അല്ലെങ്കിൽ വേദാന്തപരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അനുഭവത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ ആത്മവിദ്യയിൽ കൃത്യമായ തെളിച്ചമില്ലാത്ത ആളുകൾ യോഗ ദർശനത്തിൽ നിന്ന് തുരീയമെന്നുള്ള ഒന്നിനെ എടുത്തിട്ട് അവർ ഇത് രണ്ടും കൂടി വീണ്ടും തെളിച്ചമില്ലാത്ത രീതിയിലേക്ക് അതിനെ പറഞ്ഞ് പരത്തിക്കളയും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നൊരു വിഷയം. അപ്പോൾ ഈ തുരീയം എന്നുള്ള പദത്തെ നമ്മൾ വീണ്ടും നമ്മുടെ മനസ്സിലിട്ട് ഒരു അനുഭവത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ആവശ്യമില്ല എന്ന് ഗുരു പറയുകയാണ്. ആത്മോപദേശ ശതകത്തിൽ ഗുരു 72-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ക്രിയയൊരു കൂറിത വിദ്യ, കേവലം ചിന്മയി മറുകൂറിത് വിദ്യ മായയാലേ, നിയതമിതിങ്ങനെ നിൽക്കലും പിരിഞ്ഞ ദ്വയപരഭാവന തുര്യമേകിടുന്നു. ക്രിയ ഒരു കൂറ്, ഒരു വശത്ത് നോക്കുമ്പോൾ ക്രിയകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ. അങ്ങനെ ഇത് അവിദ്യ, ഈ സത്യമായിട്ട് തോന്നുന്ന ഇതൊക്കെ, ആ തോന്നപ്പെടലുകളെല്ലാം അവിദ്യയാണ്, മായയാണ്. മറുകൂറ്, ഇനി വേറൊരു സൈഡിൽ നോക്കുമ്പോഴോ കേവലം ചിന്മയി, അത് ചിത്ത് മാത്രമാണ്. ഇത് വിദ്യ, ഇത് വിദ്യയുടെ ഒരു തലമാണ്. മായയാലേ, മായ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നിയതം, എപ്പോഴും പിരിഞ്ഞു നിൽക്കലും. ഇത് രണ്ടും പിരിഞ്ഞ് നിൽക്കുമ്പോഴും ആ ദ്വയ പരഭാവന, രണ്ടെന്നുള്ള ആ തോന്നലിനപ്പുറത്തേക്ക് പരമമായിട്ടുള്ള ഭാവന, ആ പരമമായിട്ടുള്ള സത്യത്തെ അല്ലെങ്കിൽ പരം പൊരുളിനെക്കുറിച്ചുള്ള അറിവ് ആണ് തുര്യം ഏകുന്നത്. അത് ശരിയായ, ഇതിനെ സമഗ്രമായിട്ട് അറിയുന്നത് എന്നുള്ള അർത്ഥമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരു അത് വ്യക്തമാക്കുകയാണ്. ഒരു സൈഡിൽ ക്രിയ, നമ്മൾ വ്യവഹാരം, നമ്മൾ ഈ കർമ്മമണ്ഡലങ്ങളെല്ലാം അങ്ങനെ കിടക്കുകയാണ്, അത് നമ്മുടെ അനുഭവമാണ് താൻ. മറു സൈഡിൽ നമ്മൾ വിദ്യയുണ്ട്, മായ കൊണ്ടാണ് ഇത് കാണപ്പെടുന്നത് എന്നുള്ള തോന്നൽ. ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? മായ കൊണ്ടാണ്. നമ്മൾ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യാത്തതുകൊണ്ടാണ്. അറിവ്, അപ്പോൾ പരമമായിട്ടുള്ള ദ്വയ പരഭാവന, രണ്ട് എന്നുള്ള ആ തോന്നൽ പരമമായിട്ടുള്ള ഭാവനയിൽ എന്താണ്, ഇതിനെ സമഗ്രമായിട്ട് മനസ്സിലാക്കുമ്പോഴോ
അത് തുര്യമാണ്. അപ്പോൾ മാണ്ഡൂക്യ ഉപനിഷത്തിൽ ഈ ഓങ്കാരത്തെക്കുറിച്ച് വിവരിക്കുമ്പോഴാണ് ഈ തുര്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അവിടെയും കൃത്യമായിട്ട് സംശയാതീതമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനെ എല്ലാത്തിനെയും ചേർത്ത് അറിയുന്നതാണ് തുര്യം, അതല്ലാതെ അത് വേറൊരു അവസ്ഥയല്ല. പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ജാഗ്രത് ഒരവസ്ഥയാണ്, സ്വപ്നം വേറൊരവസ്ഥയാണ്, സുഷുപ്തി വേറൊരവസ്ഥയാണ് എന്നൊക്കെ നമ്മൾ തെറ്റായി ധരിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്ഥൂല ലോകത്തെ കാണുന്ന അതിന് നമ്മൾ ജാഗ്രത എന്നാണ് പറയുന്നത്. നമ്മൾ ഉണർന്നിരിക്കുന്നു എന്ന് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉണർന്നിട്ടില്ല. ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നിടണം എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണർന്നിരിക്കുന്നു എന്ന് തോന്നുന്നത് ജാഗ്രതയിലാണ്. അതുപോലെ തന്നെയാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഉണർവാണ്, ജാഗ്രതാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ രണ്ടവസ്ഥകളല്ല, രണ്ടും ദൃശ്യമെന്നുള്ള രീതിയിൽ ഒറ്റ ഇതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഈ ദൃശ്യം ഇല്ലാത്തൊരു തലമാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 3 ഉണ്ട് എന്ന് നമ്മൾ സാധാരണ ആളുകൾ വിചാരിക്കുന്നു. അപ്പോൾ ഇത് മൂന്നും അല്ല, അതൊന്ന് തന്നെയാണ് എന്നുള്ള ആ തിരിച്ചറിവാണ് ഇവിടെ തുര്യം എന്ന് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സമഗ്രമായി അറിയുക എന്നുള്ളതാണ് തുര്യ അവസ്ഥ. അത് അവസ്ഥ എന്ന് നമ്മൾ അതുകൊണ്ട് പറയാനും പറ്റില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തെറ്റായ അറിവുകളെ മാറ്റി നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഇതെല്ലാം ഒന്നാണ് എന്നുള്ള തുര്യ ബോധത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.